കുറെ കഴിയുമ്പോ അല്ലേ, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തതിന് ശേഷം നിനക്ക് നേരല്ല ചന്തയിൽ കറങ്ങാൻ നല്ല സമയമുണ്ട് ഇല്ലേ? ചോദിക്കട്ടെ, അനാവശ്യങ്ങളിൽ പോയി സമയം പോക്കുന്നതിന് പകരം സ്വന്തം ശരീരത്തിന്റെ ചാബല്യങ്ങളിൽ നിന്ന് തടയിട്ടുകൊണ്ട് ജീവിക്കുന്നവൻ അല്ലാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ മുന്നിൽ ജീവിതം സമർപ്പിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്നവൻ. ഇനി ചെറുപ്പക്കാരാ, നിനക്ക് പരിശുദ്ധ ഖുർആൻ ഓതാൻ ഒരു ദിവസവും സമയമില്ല, പക്ഷേ നോവൽ വായിക്കാൻ നീ വലിയ മിടുക്കനാണ്. എത്ര നോവലുകളാണ് നീ വായിച്ചു തീർക്കുന്നത്? അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഓതാൻ നിനക്ക് സമയമില്ല. നിനക്ക് വെള്ളം തന്ന രാജാവിന്റെ വാചകങ്ങൾ ഓതാൻ നിനക്ക് സമയമില്ല. നിന്നെ രക്ഷപ്പെടുത്താനുള്ള നേതാവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന സദസ്സിൽ നിന്നെ കാണുന്നില്ല. നിനക്ക് വായിക്കാൻ പഠിക്കാനുള്ള സുന്നി വോയിസ് നിന്റെ കയ്യിൽ കാണുന്നില്ല. റിസാല നിന്റെ കയ്യിൽ കാണുന്നില്ല. പഠിക്കാനുള്ള പുസ്തകങ്ങൾ കാണുന്നില്ല. നിന്റെ കയ്യിൽ നോവലുകളുണ്ട്. എവിടെയുണ്ട് വഅലിന്റെ സദസ്സ്? അവിടെ നിനക്ക് പോകാൻ നേരമില്ല. നിനക്ക് വേറെ ഒരുപാട് ജോലിയും പണിയുമാണ്. പള്ളതാ പോകാൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്, ഗാനമേളയുണ്ടെങ്കിലോ നേരത്തെ തന്നെ ടിക്കറ്റും എടുത്തു പോകാൻ നീ തയ്യാറാണ്. മറ്റ് കളികളുണ്ടോ? കളിക്ക് ടിക്കറ്റും എടുത്ത് നേരത്തെ പോയിരിക്കാൻ നീ തയ്യാറാണ്. ചോദിക്കട്ടെ മനുഷ്യ, നീ നിന്റെ തടീച്ചയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവനായി അതപ്പതിച്ചാൽ ഇത് നീ പരിഹരിക്കൽ പിന്നെ എപ്പോഴാണ്? ഇപ്പോഴില്ലേ ഒരു പുതിയ മുസീബത്ത്. എന്താണത്? നല്ല ഉപകാരമുള്ളൊരു സാധനം. ഏതുപകാരമുള്ള സാധനവും ഉപകാരത്തിനല്ലേ ഉപയോഗിക്കാൻ പറ്റൂ. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞില്ല, ഇരുമ്പ് വലിയ ഉപകാരമുള്ള സാധനമാണ്. അതുകൊണ്ടുള്ള കത്തിയും കൊടുവാളും അരിവാളുമൊക്കെ നമുക്ക് പലതിനും ആവശ്യമാണ്. നമുക്ക് മീൻ മുറിക്കാൻ അരിവാള് വേണം, തേങ്ങ കൊത്തിയിടാൻ കൊടുവാള് വേണം, നമുക്ക് പലതും മുറിച്ചിടാൻ കത്തി വേണം. പക്ഷേ അതേ സാധനം തന്നെ മനുഷ്യനെ ആക്രമിക്കാൻ ഉപയോഗിച്ചാൽ അത് ധിക്കാരവും നന്ദികേടുമല്ലേ? പടച്ചവനോട് ചെയ്യുന്ന ധിക്കാരമല്ലേ? അല്ലാഹ് തന്നെ അനുഗ്രഹം അല്ലാഹ്ക്കെതിരെ ചെലവഴിക്കലല്ലേ? എന്നാ ചോദിക്കട്ടെ, ഇതുപോലെ അല്ലാഹ് നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഫോണ്. ആ ഫോണുകൾ ഹറാമിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരില്ലേ? അന്യ സ്ത്രീയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നവർ, ഇല്ലാത്ത വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നവർ, അന്യപുരുഷന്മാർക്ക് ഫോൺ ചെയ്യുന്നവർ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, എല്ലാരെ കയ്യിലുമില്ലേ ഒരു മൊബൈൽ ഫോൺ? ആ മൊബൈൽ ഫോണിലുള്ള തെറ്റായ ട്യൂണുകൾ കേട്ടുറങ്ങുന്ന മനുഷ്യന്മാരില്ലേ? തെറ്റായ ട്യൂണുകൾ കേട്ടുറങ്ങുന്നവരില്ലേ? ചോദിക്കട്ടെ, നിനക്കൊരു ഖുർആൻ ഓതി ഉറങ്ങിക്കൂടെ? നിനക്ക് സലാത്ത് ചൊല്ലി ഉറങ്ങിക്കൂടെ? ഒരുപക്ഷേ നിന്റെ മരണം ഈ ഉറക്കോടുകൂടിയാണെങ്കിൽ നീ ട്യൂണും കേട്ട് മരിച്ച ഏറ്റവും ലക്ഷണം കെട്ടവനായി പോയില്ലേ മനുഷ്യ? നിന്റെ അവസാനത്തെ ശബ്ദം നീ കേട്ടത് തന്നെ ട്യൂണുകളായി പോയില്ലേ? 24 മണിക്കൂറും ഗാനങ്ങളും കേട്ടിരിക്കുന്നവരില്ലേ? ഇഷ്ടഗാനങ്ങൾ വേണമെന്ന് റേഡിയോയിൽ വിളിച്ചു പറയുന്ന ചില പെൺകുട്ടികളില്ലേ? ചോദിക്കട്ടെ, അന്യപുരുഷന്മാരുമായി നീ സംസാരിക്കുന്ന സംസാരം, നിന്റെ അനാവശ്യമായ വർത്തമാനങ്ങൾ മുഴുവൻ ഒരുപാട് പുരുഷന്മാരറിഞ്ഞില്ലേ? നിന്റെ കുടുംബത്തിന്റെ രഹസ്യങ്ങൾ പലതും പൊളിഞ്ഞില്ലേ? നീ ഇത് ചിന്തിക്കുന്നുണ്ടോ? ഇതും നോക്കിയിരിക്കുന്ന ഒരുപാട് പൂവാലന്മാർ നിന്റെ ഈ ശബ്ദവും കേട്ടിരിക്കുന്നില്ലേ? സഹോദരിമാരെ, എന്തിന് നീ അനാവശ്യത്തിന് പോകണം? നിനക്ക് ഈ ദുനിയാവിലെ ജീവിതം തന്നെയാണ് ജീവിതമെന്ന തോന്നൽ വന്നുപോയോ? വളരെ മോശമായ ഒരു അന്തരീക്ഷമല്ലേ കാണുന്നത്? ചോദിക്കട്ടെ, യാത്ര എന്ന് പറയുന്നത് തന്നെ അദാബിന്റെ ഒരു ഭാഗമാണ് യാത്ര എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. യാത്ര പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതാനാണ് അവിടുന്ന് പറയുന്നത്. ലീലാഫി ഖുറൈശ് സൂറത്ത് ഓതാനാണ് പറയുന്നത്. കാവൽ കിട്ടാനാണ്. ചോദിക്കട്ടെ, നാട്ടിലേക്ക് ആരെങ്കിലും വിദേശത്ത് നിന്ന് വരുമ്പോ എല്ലാ യുവതികളായ സ്ത്രീകളും പോയിട്ട് എയർപോർട്ടിൽ ക്യൂ നിൽക്കണമെന്ന് ഏത് കിതാബിൽ
ആയത്തിലാണ് പറഞ്ഞത്. മുസ്ലിം സമുദായത്തിൽ ഇതാരാണ് പഠിപ്പിച്ചത്? ചോദിക്കട്ടെ, ആ മുസ്ലിം സഹോദരന്മാരെക്കാൾ കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാരികളായ യുവതികൾ ചെന്ന് എയർപോർട്ടിൽ നിന്ന് അന്യപുരുഷന്മാരുമായി തല്ലുകൂടുന്നതിലും എയർപോർട്ടിൽ നിന്ന് അന്യപുരുഷന്മാരുമായി ഉന്തും തിരക്കും കൂടുന്നതിലും അള്ളാഹു നിനക്ക് തന്ന പണത്തിന്റെ പവറല്ലേ ചെറുപ്പക്കാരാ? ധിക്കാരം പ്രവർത്തിക്കുമ്പോ നമ്മുടെ പെൺകുട്ടികൾ അതാ ഫലസ്തീനിൽ വെച്ച് ബോംബേറ് കൊണ്ടിട്ട് ചെറിയ മക്കളും ഒരുപാട് സ്ത്രീകളും പെടഞ്ഞ് മരിക്കുന്നതിനെ കുറിച്ച് ബോധമില്ലാതെ അള്ള തന്ന പണത്തിന്റെ ഹുങ്കിൽ ധിക്കാരം ചെയ്യാൻ നിനക്ക് തോന്നുന്നുണ്ടോ? ഒരൽപ്പമെങ്കിലും മുസ്ലിം സമുദായമേ ഇനിയെങ്കിലും ചിന്തിക്കാൻ വളരണേ. ഒരൽപ്പമെങ്കിലും നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കണേ. എനിക്ക് പണം തന്ന റബ്ബിൽ അനുവദിച്ചിട്ടുണ്ടോ? ആരോഗ്യം തന്ന റബ്ബിൽ അനുവദിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അല്പമെങ്കിലും ചിന്തിക്കാൻ നമ്മൾ വളരണം. ഇപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മുസ്ലിം ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ പോയിട്ട് പുരുഷന്മാരെ മുന്നിൽ വെച്ച് ഒപ്പന മുട്ടിയിട്ട് പാടിയാൽ അതിൽ നിന്ന് സമ്മാനം കിട്ടിയാൽ അഭിമാനത്തോടെ പൊക്കിപ്പിടിക്കുകയല്ലേ നമ്മുടെ പത്രങ്ങൾ ചെയ്യുന്നത്? മുസ്ലിം കുട്ടികൾ അന്യപുരുഷന്മാരുടെ മുന്നിൽ പോയി ഒപ്പന കളിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നേടിയില്ലേ എന്ന് ചോദിക്കുന്ന പച്ച ഹറാമ് ചെയ്തിട്ട് അഭിമാനം പറയുന്നതിലേക്ക് ഈ സമുദായം അതപ്പതിച്ചു പോയിട്ടില്ലേ സഹോദരന്മാരെ? എന്തൊരു കാലാവസ്ഥയാണിത്, എന്തൊരു ലോകത്തിന്റെ അവസ്ഥയാണിത്. പിന്നെയുണ്ടോ ഫലസ്തീനിൽ രക്ഷ? പിന്നെയുണ്ടോ ഇറാഖിൽ രക്ഷ? പിന്നെയുണ്ടോ ലോകത്തെവിടെയെങ്കിലും രക്ഷ? നമ്മൾ അമേരിക്കയാണ്, അതേ ഇസ്രായേലാണ് എന്ന് മറ്റുള്ളവരെ പറയുന്നതിന് മുമ്പ് മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികൾ പോലെ, നുരകൾ പോലെ എന്റെ സമുദായത്തിലുള്ള നിങ്ങൾ അതപ്പതിച്ചു പോയതാണ്. നിങ്ങളിലേക്ക് മുഴുവൻ കക്ഷികളും കൈവെക്കാൻ കാരണമെന്ന് 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകിയ നേതാവായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് മുടക്കാൻ നടക്കുന്നവരും അതിൽ പങ്കെടുക്കാതെ തിരിഞ്ഞു കളയുന്നവരുമായി നമ്മുടെ സമുദായം അതപ്പതിച്ചിട്ടില്ലേ? ഞാനതിലേക്കൊന്നും വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. മഹാനായ ഹാസമുൽ അസ്വം റളിയല്ലാഹു അൻഹു ശഖീഖുൽ ബൽഖി തങ്ങളോട് 33 കൊല്ലം നിങ്ങളെ കൂടെ ഞാൻ പഠിച്ചിട്ട് 8 വിഷയങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞ ഹാസമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉസ്താദേ